ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വെനസ്ഡേ എത്തിയിരിക്കുന്നു, നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലേ. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളാണ് ഞാനതിൽ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും. ഐതർ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് ആകാം. പിന്നെ ഉള്ളിലെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഏകദേശം അതായത് നമ്മൾ എന്ത് കഴിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ ആപ്ലിക്കേഷൻസാണ് മുഖത്ത് കൊടുക്കുന്നത്, ഹെയറിൽ വരുത്തുന്നത്, അത്തരം കാര്യങ്ങൾ. അതായത് ഏകദേശം ഒരു മാസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കിൻ സപ്ലിമെൻറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് കഴിക്കുന്നുമുണ്ട്. കാരണം ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ഒക്കെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. എല്ലാ ദിവസവും നമ്മുടെ ഡയറ്റ് ഒരുപോലെ ആവണമെന്നില്ല. നമ്മൾ കുറേയൊക്കെ ഡയറ്റ് നോക്കും, എങ്കിലും ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ പലപ്പോഴും പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് വരാറുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഹെൽത്തി ഡയറ്റ് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ സപ്ലിമെൻറ്റ്സ് എപ്പോഴും ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏജ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്കിൻ സപ്ലിമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നൊക്കെ നല്ല സൂക്ഷിച്ച് വയ്ക്കാനും ഹെയറൊക്കെ നന്നായിട്ടൊക്കെ ഇരിക്കാനും ഒക്കെ മൊത്തത്തിലുള്ള ഓവറോൾ ആരോഗ്യത്തിന് അത് മസ്റ്റാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഒരു 1 month ബാക്ക് ഇട്ടിരുന്നു. അതായത് ഞാൻ ഗ്ലൂത്തയോൺ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് കഴിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പോലെയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. എൻ്റെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്ന മാറ്റങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ പ്ലസ് എനിക്ക് കുറച്ച് ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ, ഒരു മാസമല്ല ശരിക്കും, ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഒരു മാസത്തിൽ കൂടുതലേ, പക്ഷേ അതിനെക്കാട്ടിലും മുന്നേ ഞാനത് കൺസ്യൂം ചെയ്ത് തുടങ്ങിയിരുന്നു. അത് കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ എനിക്ക് അന്ന് ആ വീഡിയോ ഇട്ടപ്പോൾ അതിന് ആധികാരികമായിട്ട് എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായെന്ന് പറയാൻ പറ്റി. പക്ഷേ ഇപ്പോൾ വീണ്ടും കുറച്ച് നാളും കൂടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീണ്ടും ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ആ ഇൻഫർമേഷൻസ് എത്തിക്കാമെന്ന്. അപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റ് ഗ്ലോയിങ് ആയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു മാറ്റം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ പിഗ്മെൻറ്റേഷൻസ് ഉണ്ട് ഈ 2 സൈഡിലും, നെറ്റിയുടെ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അതിപ്പോഴൊന്നും അല്ല, കുറേ നാളായിട്ടുണ്ട്. ഞാൻ പല ട്രീറ്റ്മെൻറ്റ്സ്, ഞാൻ ഔട്ട്സൈഡ് ആപ്ലിക്കേഷൻസ് പലതും ചെയ്യാറുണ്ട്. നമ്മുടെ പല ഫേസ് പാക്ക് കാര്യങ്ങൾ, ഡെയിലി എന്താ പറയുക, ഓയിൽ മസാജ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ഉള്ളിലെ കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിനെനിക്ക് കുറേ മാറ്റങ്ങൾ വന്ന് തോന്നിയിട്ടുണ്ട്. അതായത് കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ഫെയ്ഡ് ചെയ്ത് പോകുന്നു. കുറേ ഒന്നും കാണാൻ പോലും ഇല്ല, എവിടെ പോയെന്നറിയില്ല ഡാർക്ക് സ്പോട്ട്സ്. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളും ഞാൻ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും ദിവസം കൊണ്ട് തന്നെ. ഗ്ലൂത്തയോണിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഈ ഗ്ലൂത്തയോൺ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് ഫോർ സ്കിന്നാണ്. കാര്യം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ ഗ്ലൂത്തയോൺ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തില്ലെങ്കിൽ ഒരുപാട് അന്തരീക്ഷത്തിൻ്റെ പൊല്യൂഷൻ, അത് മലിനീകരണം കാരണം ധാരാളം ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ചെറുക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു പ്രസൻസ് വേണം. അതിലൊരു പ്രധാനപ്പെട്ട നമുക്ക് അങ്ങനെ ആൻറ്റി ഓക്സിഡൻസ് സ്കിന്നിന് കിട്ടുന്ന ഒരു കാര്യമാണ് ഗ്ലൂത്തയോണിൻ്റെ കൺസംഷൻ വഴി നമ്മൾ നേടുന്നത്. അപ്പോൾ അത് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സപ്ലിമെൻ്റ് ആയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള, നമ്മുടെ സ്കിന്നിനും ഒക്കെ ആവശ്യമാണ്. ഇതിപ്പോൾ പ്രധാനമായിട്ട് സ്കിന്നിന് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിഡക്ഷൻ ഓഫ് മെലാനിൻ പ്രൊഡക്ഷൻ. അതേപോലെ തന്നെ ലിവർ ഡീടോക്സിഫൈ ചെയ്യാനും സഹായിക്കും. ലിവർ ഡീടോക്സിഫൈ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് 2 കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ മെലാനിൻ്റെ കാര്യം എന്താ പറയുക വെച്ചാൽ, മെലാനിൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലുള്ളൊരു പിഗ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓവർ പ്രൊഡക്ഷൻ, അതായത് ആവശ്യത്തിന് വേണം. ആ പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ കളറ്, നമ്മുടെ ഐബ്രോസിൻ്റെ കളറ്, നമ്മുടെ ഹെയറിൻ്റെ കളറ്, ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ആ ഒരു സംഭവമാണ് മെലാനിൻ. പക്ഷേ ഓവർ പ്രൊഡക്ഷൻ വന്നാൽ എന്ത് സംഭവിക്കുന്നു? ഓവർ പ്രൊഡക്ഷൻ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, അൺഈവൻ സ്കിൻ ടോണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ അതും ഒഴിവാക്കേണ്ട കാര്യമാണല്ലോ. അതുകൊണ്ട് ഓവർ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്, ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഗ്ലൂത്തയോണിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൂടി വരുന്ന സമയത്താണ് നമുക്ക് അത് അറിയാൻ പറ്റും. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ ഒരു അൺഈവൻ, പലയിടത്തും പല കളേഴ്സ്, പാച്ചസ്, ഡാർക്ക് സ്പോട്ട്സ്. പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. അത് ആവശ്യമില്ലാത്തൊരു ഓവർപ്ലേ ആണ് പിഗ്മെൻറ്റേഷൻ വരുന്നത്. അതായത് ഈ ഒരു മെലാനിൻ്റെ ഒരു ഓവർ പ്രൊഡക്ഷൻ കൊണ്ട് വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സഹായിക്കും ഗ്ലൂത്തയോൺ. അതുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ലിവർ ഡീടോക്സിഫൈ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും, അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല സോൾവ് ചെയ്യാനും
പ്രധാനമായിട്ട് നമ്മുടെ ഡെയിലി ഉള്ള ഒരു ഹെൽത്തി റുട്ടീൻ്റെ ഭാഗമായിട്ട് ഗ്ലൂത്തത്തയോണിൻ്റെ ഒരു ഇൻടേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കഴിച്ചു തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറച്ചൊക്കെ വേറെയും കമ്പനീസിൻ്റെയൊക്കെ വേറെ ബ്രാൻഡ്സിൻ്റെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ HK വൈറ്റൽസിൻ്റെ ഗ്ലൂത്തത്തയോണാണ്. അത് കഴിക്കുന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ. അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്കിപ്പോൾ കുറേ സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറി. എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ബ്രൈറ്റായി. ഒരു പക്ഷേ മേക്കപ്പ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വരാം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ ഒരുപാട് വെയിൽ കൊള്ളുന്ന ഒരാളും കൂടിയാണ്, അറിയാമല്ലോ. ഞാനിപ്പോൾ ട്രാവൽ വ്ലോഗൊക്കെ ചെയ്യുമ്പോൾ നല്ല വെയിലത്താണ് നടക്കുന്നത്. പക്ഷേ ഞാൻ എങ്ങനെ അത് ബാലൻസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ഔട്ട്സൈഡ് ആപ്ലിക്കേഷൻ, കുറേ ഫേസ് പാക്കുകളും അറിയാമല്ലോ, DIYs കുറേ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസൈഡായിട്ട് ഇങ്ങനത്തെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും കഴിക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അതാണ് സത്യാവസ്ഥ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഏകദേശം 2 മാസമായിട്ട് കഴിക്കുവാണ്. ഇതിപ്പോൾ ഒരു 5-6 ട്യൂബ്സ് ആയി കഴിഞ്ഞു കേട്ടോ. ആവശ്യം പോലെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒരു ടാബ്ലറ്റ് വെച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോണത്. ഒന്നിനകത്ത് 15 എണ്ണം ഉണ്ട് ഇൻ 1 ട്യൂബ്. ഓക്കെ, അപ്പോൾ അത് HK വൈറ്റൽസിൻ്റെ ആണ് ഞാൻ ശരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് അതിനുള്ള ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് നിങ്ങളോട് എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ മാർക്കറ്റിൽ പലതരം ഗ്ലൂത്തത്തയോൺസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ അതിൽ ചിലതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നിയ ബെസ്റ്റായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് HK വൈറ്റൽസിൻ്റെ ഗ്ലൂത്തത്തയോണാണ്. കാരണം ഇതിൽ പ്രധാനമായിട്ട് 600 mg ഗ്ലൂത്തത്തയോണാണ് ഉള്ളത്. സാധാരണ ബാക്കി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളിലെല്ലാം 500 mg ആണ് കാണുന്നത്, നോർമലി കാണുന്നത്. പക്ഷേ ദിസ് ഹാസ് 600 mg. ദാറ്റ് ഇസ് വൺ മെയിൻ റീസൺ. അതുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് HK വൈറ്റൽസിൻ്റെ വളരെ ബെറ്ററാണ്, എല്ലാത്തിനെക്കാട്ടിലും ബെസ്റ്റാണ്. ഇതിൽ ക്ലിയർ ആയിട്ട് ബോട്ടിൽ എഴുതിയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഗ്ലൂത്തത്തയോൺ 600 mg എന്ന് ക്ലിയർ ആയിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ചെറിയ അക്ഷരമാണ്, അല്ലെങ്കിൽ കാണിച്ചിട്ടായിരുന്നു. ഓക്കെ, ഒരു ഓറഞ്ച് ഫ്ലേവറാണ് കേട്ടോ, ഓറഞ്ച് ഫ്ലേവർ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അതാണ്, 600 mg ഗ്ലൂത്തത്തയോണാണ് ഇതിനകത്തുള്ളത്. ദാറ്റ് ഈസ് മറ്റ് ബ്രാൻഡ്സുകളിൽ നിന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സിനെക്കാട്ടിലും കൂടുതലായിട്ട് ഉണ്ട്. അപ്പർ ഹാൻഡാണ് ഇതിന് HK വൈറ്റൽസ്. രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ ഈ HK വൈറ്റൽസിൻ്റെ ഗ്ലൂത്തത്തയോണിൽ കണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റാണ്. അപാര ടേസ്റ്റാണ്. അതായത് സാധാരണ ഇപ്പോൾ വേറെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഒരു എന്താ പറയുക, ഇത്രയും ടേസ്റ്റ് ഇല്ല. അതിനൊരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റാണ് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ആഫ്റ്റർ ടേസ്റ്റ് പോലെ അത്ര കൊള്ളാവുന്ന ഒരു ടേസ്റ്റ് വരില്ല. ഒരു വേറൊരു ആഫ്റ്റർ ടേസ്റ്റ് വരും. പക്ഷേ ഇത് ഞാൻ കുടിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് ഭയങ്കര ഒരു ഓറഞ്ച് ഫ്ലേവർ പ്ലസ് എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു സപ്ലിമെൻറ്റ് കഴിക്കുന്ന ഒരു ഫീലിംഗ് അല്ല നമുക്ക് കിട്ടുന്നത്. ഇത് സ്കിൻ സപ്ലിമെൻ്റ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെ തോന്നില്ല. നല്ലൊരു ഓറഞ്ച് ജ്യൂസൊക്കെ കുടിക്കുന്നില്ലേ, ഒരു ഫിസി ആയിട്ടുള്ളൊരു ഡ്രിങ്കൊക്കെ കുടിക്കുന്ന പോലെ, എന്താ പറയുക, ഒരു കാർബണേറ്റഡ് ഡ്രിങ്കൊക്കെ നമ്മൾ കുടിക്കില്ലേ, അങ്ങനത്തെ ജ്യൂസി ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ആ ഒരു ടേസ്റ്റും പിന്നെ എന്താ പറയുക, ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഒന്നുമില്ല. നല്ലൊരു ഓറഞ്ച് ഫ്ലേവേർഡ് ഡ്രിങ്ക് കഴിക്കുന്ന, ഒരു ഫിസി ഡ്രിങ്ക് കഴിക്കുന്ന ആ ഒരു സെയിം ഇഫക്റ്റാണ് ഉള്ളത്. അപ്പോൾ ടേസ്റ്റ് പ്രധാന കാര്യമുള്ളത്. നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റിയതല്ലേ. അതും എനിക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് മറ്റൊരു കാര്യം എനിക്ക് HK വൈറ്റൽസ് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള വൺ ഓഫ് ദ റീസൺ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അത് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്കറിയാം. ഇതിനകത്ത് ഗ്ലൂത്തത്തയോൺ ഞാൻ പറഞ്ഞല്ലോ 600 mg ഉണ്ട്. രണ്ടാമത് വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ E ഉണ്ട്. മറ്റ് ബ്രാൻഡ്സിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് ബ്രാൻഡ്സിലും വൈറ്റമിൻ C ഉള്ള ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് ഗ്ലൂത്തത്തയോണിൻ്റെ കൂടെ. പക്ഷേ വൈറ്റമിൻ E ഇല്ല. പക്ഷേ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും കൂടി ചേർന്ന് വരുമ്പോൾ, ഗ്ലൂത്തത്തയോണിൻ്റെ കൂടെ വരുമ്പോൾ അത് ഭയങ്കര ഇഫക്റ്റീവാണ്. അതായത് ഗ്ലൂത്തത്തയോണിൻ്റെ കോമ്പിനേഷൻ വിത്ത് വൈറ്റമിൻ C ആൻഡ് E എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. അത് തമ്മിലുള്ള നമ്മൾ പറയില്ലേ, അത് പരസ്പര പൂരിതം എന്ന് പറഞ്ഞ പോലെ മോർ ഇഫക്റ്റീവാണ് ഗ്ലൂത്തത്തയോൺ വിത്ത് വൈറ്റമിൻ C ആൻഡ് വൈറ്റമിൻ E. അപ്പോൾ ഇതിലിപ്പോൾ 2 കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ടുണ്ട്, ഗ്ലൂത്തത്തയോണിൻ്റെ കൂടെ വൈറ്റമിൻ E ആൻഡ് വൈറ്റമിൻ C. ഇതൊക്കെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലൊരു വേറെ കളത്തിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതില്ല, അത് സ്പെൽ ഔട്ട് ചെയ്താൽ അത് മസ്റ്റായിട്ട് അത്രയും എന്താ പറഞ്ഞിരിക്കുന്നത് അത് ഉണ്ടാകണം എന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതുകൊണ്ട് ഇത് കുറച്ചുകൂടി പവർഫുള്ളാണ്, കുറച്ചുകൂടെ പോർട്ടൻ്റാണ്, കുറച്ചുകൂടി ഇഫക്റ്റീവാണ്. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര റിഫ്രഷിങ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇഫക്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ കണ്ടൻറ്റ് വൈസും
അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസും വളരെ പെർഫെക്റ്റാണ്. ഈ മൂന്നും കൂടി ചേർന്ന് വരുമ്പോൾ വെരി പവർഫുൾ ആൻഡ് ഇഫക്റ്റീവ് ആണ്. അതുകൊണ്ട് മറ്റ് ബ്രാൻഡ്സിൽ നിന്നും ഇത് വേറിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് ഞാൻ പറയും. ഓക്കെ, HK വൈറ്റൽസ്. അതൊക്കെ പല പല കാരണങ്ങളാണല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിലേക്ക് പോകുന്നത്. ചൂസ് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ്, ഞാൻ അത് തന്നെ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അതാണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ ദർ ഷുഡ് ബി സം റീസൺ അല്ലേ നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പോൾ പഠിക്കുന്നു, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു, അത് നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ നമ്മളത് നമുക്ക് കിട്ടുന്ന ഇഫക്റ്റ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് തന്നെ മാത്രം നമ്മളത് ഇഷ്ടം കൊണ്ട് അടുക്കുന്നത്. അതാണ് ഒരു കാര്യം. പിന്നെ 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടാനായിട്ടുള്ള മറ്റൊരു കാരണം കൂടെ പറയട്ടെ. HK വൈറ്റൽസ് വില വ്യത്യാസം തന്നെയാണ്. ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രൈസിങ് നമ്മൾ നോക്കണമല്ലോ, ക്വാളിറ്റി നോക്കണം, പ്രൈസിങ് നോക്കണം. അതായത് പ്രൈസ് കുറവാണ് പക്ഷെ ക്വാളിറ്റി ഇല്ലെങ്കിൽ മേടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. പക്ഷെ വില കൂടുതലും ക്വാളിറ്റി ഇതിനെക്കാട്ടിലും മോശമാണെങ്കിൽ എന്താ കാര്യം? കാര്യമില്ലല്ലോ. അപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ബ്രാൻഡ്സ് ഗ്ലൂത്തതയോണിനെ കുറിച്ച് ഞാനിങ്ങനെ നോക്കിയ സമയത്തെല്ലാം അതിന് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ചിലതിനൊക്കെ 950 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 950 to 1300 പല റേഞ്ചിലും വരും. അതിൽ ചിലതിലൊക്കെ 15 ടാബ്ലറ്റ്സ് ആണ്, ചിലതിൽ 20 ഉണ്ട്. അങ്ങനെ ആ ബിറ്റ്വീൻ 15 to 20 റേറ്റ് ആണെങ്കിൽ 950 to 1300 അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചില ടാബ്ലറ്റ്സ് 65 രൂപ വരെ ആകുന്നു, ചിലതിന് വില അനുസരിച്ച് 90 റുപ്പീസ് വരെ ആകുന്നു. അത് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നു. പക്ഷേ HK വൈറ്റൽസിൻ്റെ വില എന്ന് പറയുന്നത് 849 ആണ്, 849 രൂപ. എല്ലാത്തിനെക്കാട്ടിലും കുറവാണ്. ആൻഡ് 15 ടാബ്ലറ്റ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു ടാബ്ലറ്റിന് റഫ്ലി 56 റുപ്പീസാണ് വരുന്നത്. നമ്മൾ ഒരു ദിവസം ഒരു ടാബ്ലറ്റാണ് വെള്ളത്തിലിട്ട് കുടിക്കുന്നത്. പിന്നെ അവരുടെ വെബ്സൈറ്റിൽ പോയി ഡിസ്കൗണ്ട് കോഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കിട്ടും. ഓൾറെഡി അവരുടെ റേറ്റ് കുറവാണ്, അതിൻ്റെ കൂടെ വീണ്ടും വെബ്സൈറ്റ് വഴിയുള്ള ഡിസ്കൗണ്ട് കോഡൊക്കെ യൂസ് ചെയ്താൽ എഗെയിൻ റേറ്റ് കമ്മിയാകും, 10% കുറയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇക്കണോമിക്കലായിട്ട് നമുക്ക് വാങ്ങിക്കാനും കഴിക്കാനും പറ്റിയൊരു കാര്യമാണ്. പിന്നെ കൺസ്യൂം ചെയ്യുന്ന കാര്യം അത് ഞാൻ ലാസ്റ്റ് ടൈം കാണിച്ചിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് ഗ്ലൂത്തതയോണിൻ്റെ ഒരു ടാബ്ലറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു അലിഞ്ഞ് നല്ലൊരു ഫിസ് പോലെ ഇങ്ങനെ വരും. നല്ല എന്താ പറയുക, നമ്മളൊരു ഫിസിങ് സൗണ്ടൊക്കെ കാണാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കുടിച്ചാൽ മതി. ഇത് ഞാൻ കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് കഴിച്ച് തുടങ്ങാത്തവർക്ക് കഴിച്ച് തുടങ്ങാനാണെങ്കിൽ ഏത് ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു മീൽ കഴിഞ്ഞിട്ട് കഴിക്കാം, ഏത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞിട്ട്, അങ്ങനെ ഇറ്റ്സ് അപ് ടു യു. പക്ഷേ എനിക്ക് തോന്നുന്നു രാവിലെ നല്ലൊരു സമയമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിക്കാൻ. ഓക്കെ, ഒരു ഹോൾ ഡേ നമുക്ക് മുന്നിലുണ്ടല്ലോ, അപ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് നടക്കും. ഒരു ഫ്യൂ മന്ത്സ്, അതായത് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റർ സ്കിന്ന് ആയി എന്ന് നമുക്ക് ശ്രദ്ധയിൽപ്പെടും. നിങ്ങൾക്കും അത് മനസ്സിലാവും കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ. ഒരു ദിവസം കഴിച്ചു അല്ലെങ്കിൽ ഒരാഴ്ച കഴിച്ചു പിന്നെ 2 ആഴ്ച കഴിച്ചില്ല, അത് കഴിഞ്ഞ് കഴിച്ചു തുടങ്ങുക, അത് പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. മാത്രമല്ല കറക്റ്റായിട്ടുള്ള നല്ല ബ്രാൻഡ്സ്, അതായത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ബ്രാൻഡ്സിനെ സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഗ്ലൂത്തതയോൺ കഴിച്ചിട്ട് കാര്യമില്ല, പക്ഷെ നല്ല ട്രസ്റ്റ് വർത്തി ബ്രാൻഡ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് HK വൈറ്റൽസിൻ്റെ തന്നെയാണ്. അതെനിക്കിപ്പോൾ നല്ല ഇഷ്ടമായി. അതിങ്ങനെ ഓൾമോസ്റ്റ് സെറ്റാണ്. അപ്പോൾ കംപ്ലീറ്റ് അലിയും. അത് കഴിഞ്ഞിട്ട് ഒറ്റ കൺസ്യൂം ചെയ്യുന്നു, ഒറ്റയടിക്ക് കുടിക്കുന്നു, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതിപ്പോൾ എല്ലാ ദിവസവും കുടിച്ച് അതങ്ങ് ശീലമായി, ഭയങ്കര നല്ലതാണ്. പിന്നെ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ ചോദിച്ചു എത്ര നാൾ കുടിക്കണം എങ്ങനെയാണെന്ന്. നിങ്ങൾ നോക്കുക, നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് അതനുസരിച്ചിട്ട്, ഇത് നമുക്ക് ആവശ്യമുള്ളൊരു സപ്ലിമെൻ്റാണ്, അതനുസരിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്ര റിസൾട്ട്, 1 മാസം കഴിയുമ്പോൾ തന്നെ റിസൾട്ട് അറിയാം, 2 മാസം കഴിയുമ്പോൾ കുറച്ചുകൂടി അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാ മാസവും കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അത് നോക്കാം. ഇതിന് പിന്നെ നോ ആഡഡ് ഷുഗർ, പഞ്ചസാര ഒന്നും ചേർത്ത് വരുന്നതല്ല. പിന്നെ അതുപോലെ വേറെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല, നോ സൈഡ് എഫക്ട്സ്, നത്തിങ്. അത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ നിങ്ങൾക്കത് ഇഫക്റ്റീവ് ആണെന്ന് സ്വയം ബോധ്യമായി കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കഴിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കഴിഞ്ഞു എൻ്റെ പരിപാടി, ഞാൻ കുടിക്കട്ടെ. എന്ത് ടേസ്റ്റാ! ഒരു ഓറഞ്ച് ഡ്രിങ്ക് കുടിക്കുന്ന ഇഫക്റ്റാണ്, എയറേറ്റഡ് ഫിസി ഓറഞ്ച് ഡ്രിങ്ക് കുടിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം 2 months ആവാറായെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കുള്ള വിസിബിൾ റിസൾട്ട്സ് ആണ് എനിക്കിനി പറയാനുള്ളത്. ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫാസ്റ്ററായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫാസ്റ്റ് ചേഞ്ചാണ്, പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹെക്റ്റിക്, എൻ്റെ വർക്ക് ഷെഡ്യൂളിൻ്റെ ഇടയിൽ എത്രത്തോളം എനിക്ക്
ഭക്ഷണത്തിലൂടെ എനിക്ക് എൻ്റെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എത്രത്തോളം കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ ഉറക്കം കുറവാണ്, എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിനിടയിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നതിന് വൺ ഓഫ് ദ റീസൺ ഇസ് ദിസ്. അപ്പോൾ എൻ്റെ ഫേസിൽ നല്ല ബ്രൈറ്റർ ആയിട്ടുണ്ട് എൻ്റെ സ്കിൻ ടോൺ. പിന്നെ ഫാസ്റ്റ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അൺഈവൻ സ്കിൻ ടോണൊക്കെ കുറേ മാറിയിട്ടുണ്ട്. പിഗ്മെൻറ്റേഷൻ ഒരു പരിധിയിൽ കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട്. ഒന്നും കാണാനില്ല, ചിലതൊന്നും കാണാനില്ല. ഞാൻ പറഞ്ഞല്ലോ, എവിടെ പോയി എന്നറിയില്ല, അപ്രത്യക്ഷിതമായി കഴിഞ്ഞു. ഓക്കെ, ഓടി തള്ളി. ഒരു നാച്ചുറൽ ഗ്ലോ കുറച്ചുകൂടെ കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഒരു ഹെൽത്തിയർ ആൻഡ് ബ്രൈറ്റർ സ്കിൻ ടോണാണ് ഇപ്പോൾ മുഖത്ത് നോക്കുമ്പോൾ തോന്നുന്നത്. അതായത് വിത്തൗട്ട് മേക്കപ്പ് ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്ലൂത്തയോണിൻ്റെ സപ്ലിമെൻറ്റ്, സ്കിൻ സപ്ലിമെൻ്റ് ആണ്. അതിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും 2 മാസമായിട്ട് കഴിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ HK വൈറ്റൽസ് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് തന്നെ വാങ്ങാനും പോകുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറേ കാര്യം പറഞ്ഞു. ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് നല്ല ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കോമ്പിനേഷൻ വളരെ ഗംഭീരമാണ്. 600 mg ഉണ്ട്, പ്ലസ് വൈറ്റമിൻ C ആൻഡ് E ഉണ്ട്. അതൊരു കാര്യം. പിന്നെ പ്രൈസിങ് അഗെയിൻ വളരെ എക്കണോമിക്കലാണ്. ഇത്രയും കൂടുതൽ ബെനിഫിഷ്യലായിട്ടിരുന്നിട്ട് പോലും പ്രൈസ് കൂടുന്നില്ല എന്നുള്ളതാണ് നല്ലൊരു എക്കണോമിക്കലായിട്ട് നമുക്ക് ചിന്തിക്കുന്നവർക്ക് പോലും ലാഭമാണ്. നല്ലൊരു കൊള്ളാം, വെരി ഗുഡ്. അങ്ങനെ നോക്കുമ്പോൾ അതും വൺ ഓഫ് ദ റീസൺ ആണ്. പിന്നെ അതുപോലെ ടേസ്റ്റ് വൈസ് ബെറ്റർ ടേസ്റ്റ്. ടേസ്റ്റൊക്കെ എനിക്ക് വളരെ പ്രധാനമാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളൂ. ഒരു മരുന്ന് കഴിക്കുന്ന പോലെയുള്ളൊരു ബിറ്റർനെസ്സോ എന്തെങ്കിലും ഒരു ആഫ്റ്റർ ടേസ്റ്റോ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല, മടി പിടിക്കും. പക്ഷേ ഇത് ആ പ്രശ്നമില്ല. അപ്പോൾ എന്തുകൊണ്ടും ഇത് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ ഒരുപാട് ഇത് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതിൽ ഇനി കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന HK വൈറ്റൽസിൻ്റെ ഗ്ലൂത്തയോൺ വാങ്ങുന്നതായിരിക്കും നല്ലത്. അതായത് നിങ്ങൾക്ക് മുഖത്ത് പിഗ്മെൻറ്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ, പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ മാറ്റങ്ങൾ കിട്ടും ഈ ഒരു ഗ്ലൂത്തയോണിൻ്റെ സപ്ലിമെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, സ്കിൻ സപ്ലിമെൻ്റ് ആണിത്. അപ്പോൾ വാങ്ങുമ്പോൾ HK വൈറ്റൽസ് പ്രിഫർ ചെയ്യാൻ നോക്കുക. ഇറ്റ്സ് വെരി ഗുഡ്. ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് പ്ലസ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള. ഇതിന് കൂടുതലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ക്വാളിറ്റീസാണ് മറ്റ് ബ്രാൻഡ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട് ഈ ഗ്ലൂത്തയോണിൻ്റെ. ഓക്കെ, അപ്പോൾ HK വൈറ്റൽസിൻ്റെ ഈ ഒരു ഗ്ലൂത്തയോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, hkvitals.com, അവിടേക്ക് പോയാൽ മതി. അതുമാത്രമല്ല, എൻ്റെ ഒരു ഡിസ്കൗണ്ട് കോഡുണ്ട്, ലക്ഷ്മി10 എന്ന് പറഞ്ഞിട്ട്. ആ ഡിസ്കൗണ്ട് കോഡും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലായിട്ട് കുറേ ഡിസ്കൗണ്ട്സ് കിട്ടും. അപ്പോൾ ലോവസ്റ്റ് പ്രൈസിന് കിട്ടും. അവരുടെ ഓൾറെഡി ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിന്ന്, വെബ്സൈറ്റിലുള്ള ആ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിന്നും ഈ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് കൂടി ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാനും പറ്റും. പിന്നെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഈ ഒരു ലക്ഷ്മി10 എന്നുള്ള ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ അവെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു കോഡ്, ഈ ഒരു ഡിസ്കൗണ്ടും ഒക്കെ. അപ്പോൾ കുറച്ച് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിന് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഡിസ്കൗണ്ട് കോഡും ഒക്കെ ഞാൻ പിൻഡ് കമൻറ്റിൽ ഇട്ടേക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പിൻഡ് കമൻറ്റായിട്ട്, ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിടുകയും ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് എളുപ്പത്തിന് അത് കാണാനും അത് വാങ്ങാനും പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ആഴ്ച എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള വിശേഷങ്ങൾ. ഞാനിപ്പോൾ 2 മാസം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഇപ്പോഴുള്ള എൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റമാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എനിക്കൊരു എനർജിയൊക്കെ വേണ്ടി ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുമ്പോൾ ആ ഒരു മടുപ്പില്ലാണ്ട് ചെയ്യാനും നമ്മുടെ സ്കിന്നൊക്കെ സൂക്ഷിക്കാനും ഒക്കെ പറ്റുന്നത് സപ്ലിമെൻറ്റ്സ് തന്നെയാണ്. സ്കിൻ സപ്ലിമെൻറ്റ്സ് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. എസ്പെഷ്യലി ഒരു ഏജ് കഴിഞ്ഞാൽ കണ്ടീഷണലി ചെയ്യേണ്ട ഒരു കാര്യമാണ്, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ ഇതിനെക്കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിക്കണം. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും, റെസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ ഒരു റുട്ടീൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഹെൽത്തി റുട്ടീൻ ഫോളോ ചെയ്യണം. അതും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യം ചെയ്താലും ഇഫക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ സന്തോഷം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.